നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തൊരു പോസിറ്റീവ് ന്യൂസ് പറയാനാണ് വന്നത്. അതായത് നമ്മുടെ മൂൺലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ടോക്കൺ ഇട്ടേണ്ടായിരുന്നു. അതായത് 250 രൂപയ്ക്ക് നമുക്ക് 100 കോടി ടോക്കൺ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു ടോക്കൺ ഇട്ടേണ്ടായിരുന്നു. അപ്പോൾ ആ ടോക്കൺ നമ്മുടെ ഹോട്ട്ബിറ്റ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, ഹോട്ട്ബിറ്റ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആയിട്ടുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ 3:30-ക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 3:48. അപ്പോൾ ഇതിൽ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. വാങ്ങിക്കാനായിട്ട് നമ്മൾ ട്രേഡ്സിൽ പോവുക. ട്രേഡ്സിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ അത് സെലക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്ലോബലിൽ പോവുക. ഗ്ലോബലിലായിരിക്കും അത് ഉണ്ടാകണം. ഗ്ലോബലിൽ പോയിട്ട് മൂൺലൈറ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മൂൺലൈറ്റിൻ്റെ പ്രൈസ് നോക്കുക, 154.something% ഇൻക്രീസ് ആയിട്ടുണ്ട്. അത് ഈ എക്സ്ചേഞ്ചിൽ വന്ന കാരണം ഇൻക്രീസ് ആയതാണ്. ഇതിലും കൂടുതൽ ഇൻക്രീസ് ആവും മിക്കവാറും. ഇപ്പോൾ സെല് ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതിലും കൂടുതൽ ഇൻക്രീസ് ആവും. അപ്പോൾ ഇത് എങ്ങനെ സെല് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോണത്. ഇതുപോലെയാണ്, ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് എല്ലാ BB20 ടോക്കൺസും സെല് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ. ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എൻജോയ് ടെക് വിത്ത് SNK. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ മേടിച്ചിട്ടത് ട്രസ്റ്റ് വാലറ്റിലാണ്. അപ്പോൾ ട്രസ്റ്റ് വാലറ്റിൽ എങ്ങനെ സെല് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ട്രസ്റ്റ് വാലറ്റിൽ എങ്ങനെ പാൻകേക്സ്വാപ്പ് വെച്ചിട്ട് നമുക്ക് BB20 ടോക്കൺസ് സെല് ചെയ്യാമെന്ന് നോക്കാം. അതിനൊരു ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യാം. ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സ്മാർട്ട് ചെയിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് BNB വേണം കേട്ടോ. ഇത്രയും BNB പോരാ. ഇതിപ്പോൾ ഞാൻ സെല് ചെയ്യണമെന്നില്ല, ഞാൻ സെല് ചെയ്യണതിൻ്റെ പ്രൊസീജിയർ കാണിക്കണുള്ളൂ. ഇത്രയും BNB പോരാ ശരിക്കും, കുറച്ചുകൂടി BNB വേണം. കാരണം അതിൻ്റെ ട്രാൻസാക്ഷൻ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് $1 ചിലപ്പോൾ ഫീസ് വരും. അപ്പോൾ കുറച്ചുകൂടി BNB വേണം. അപ്പോൾ ഒരു 0.02 BNB ഇതിലായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഇത് ശരിക്കും ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഒരു 0.02 BNB ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് സെല് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ സെല് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ DApps പോവുക. DApps പോയി കഴിഞ്ഞിട്ട് പാൻകേക്സ്വാപ്പിൽ പോവുക. പാൻകേക്സ്വാപ്പിൽ പോയി കഴിഞ്ഞിട്ട് നമ്മളിവിടെ കണക്റ്റ് എന്നുള്ള ബട്ടൺ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ട്രസ്റ്റ് വാലറ്റ് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തിട്ട് ഫ്രമ്മിൽ BNB എന്നുള്ളത് മാറ്റിയിട്ട് മൂൺലൈറ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ മൂൺലൈറ്റ് ആ BNBയുടെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മൂൺലൈറ്റ് എന്ന് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ മൂൺലൈറ്റ് എന്നുള്ള ടോക്കൺ സെലക്ട് ആയി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൂൺലൈറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ മതി, moonlight.token.com എന്ന് പറഞ്ഞാൽ അവരുടെ സൈറ്റ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞിട്ട് ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. കോൺട്രാക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴത്തായിട്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ കോൺട്രാക്റ്റ് അഡ്രസ്സ് കിട്ടും. അത് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ വരിക. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അങ്ങനെ മൂൺലൈറ്റിന് സെർച്ച് അടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താരം പറഞ്ഞ് എന്നിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചാണ്, അതിനാണ് സെലക്ട് ചെയ്യാൻ പറ്റാത്ത. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 2ൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. 2ൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് BNB എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. BNB എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് മാക്സ് ആണ് സെല് ചെയ്യേണ്ടെങ്കിൽ മാക്സ് കൊടുക്കുക. എത്ര എമൗണ്ടാണ് സെല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്ര അടിക്കുക. മാക്സ് ആണ് ഞാൻ കൊടുക്കണം, മാക്സ് കൊടുക്കുക. മാക്സ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് 0.01 BNB ആണ് കിട്ടുന്നത്. 0.01 BNB. ഇനി സ്ലിപ്പായി ടോളറൻസ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. സ്ലിപ്പായി ടോളറൻസ് 13 കിടക്കണേ. 13 കൊടുത്താൽ മതി. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ഭയങ്കര ചേഞ്ചൊക്കെ വരുവാണെങ്കിൽ, വലിയ ചേഞ്ചൊക്കെ വരുവാണെങ്കിൽ, ഇപ്പോൾ 2 പൂജ്യം അപ്പുറത്തോട്ടൊക്കെ മാറുവാണെങ്കിൽ നമ്മൾ ഇത്തിരി കൂടി കൂട്ടി കൊടുക്കുക. സ്ലിപ്പായി ടോളറൻസ് ഒരു 18 20 കൊടുക്കുക. എന്നിട്ട് അപ്രൂവ് മൂൺലൈറ്റ് കൊടുക്കുക. സ്വാപ്പ് അടിക്കുമ്പോൾ ട്രാൻസാക്ഷൻ ഫീസ് പോകും. അതുകൊണ്ട് കുറച്ച് BNB നമുക്ക് വേണം. അപ്പോൾ സ്വാപ്പ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് BNB ആയിട്ടായിരിക്കും ഈ മൂൺലൈറ്റ് കിട്ടുന്നത്. സെല് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് BNB ആയിട്ടായിരിക്കും. അപ്പോൾ ഈ സ്മാർട്ട് ചെയിൻ BNBയിൽ ആ BNB ഒന്ന് കിടക്കണ്ടാവും നമ്മൾ സെല് ചെയ്ത് കഴിയുമ്പോൾ. ഇനി ഈ BNBനെ നമ്മളെ ബൈനാൻസിലേക്ക് മാറ്റണം. ബൈനാൻസിലോട്ട് മാറ്റിയാലാണ് പിന്നെ നമുക്ക് അത് P2P ചെയ്തിട്ടോ അല്ലെങ്കിൽ സെല് ചെയ്തിട്ട് USDT ആക്കിയിട്ട് P2P ചെയ്തിട്ടെങ്ങാനും നമുക്ക് പൈസ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെൻഡിൽ ക്ലിക്ക് ചെയ്യണം. സെൻഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ റെസിപ്പിയൻ്റ് അഡ്രസ്സിൽ നമ്മുടെ ബൈനാൻസിൻ്റെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യണം. ബൈനാൻസിൻ്റെ BNBയുടെ അഡ്രസ്സ്. അതിന് ബൈനാൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊസീജിയർ കാണിക്കുകയാണെങ്കിൽ ഞാൻ സെല് ചെയ്യാനുള്ള ശരിക്കും ബൈനാൻസ് ഓപ്പൺ ചെയ്ത് സ്പോട്ടിൽ പോയിട്ട് BNBയിൽ ക്ലിക്ക് ചെയ്യുക. BNBയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിക്കുക. അടിച്ച് കഴിഞ്ഞിട്ട് BB20 BSCയുടെ അഡ്രസ്സാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ സ്മാർട്ട് ചെയിൻ BNB ആണ് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണത്. അതുകൊണ്ട് BB20 BSC തന്നെ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇത് കോപ്പി അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര BNB ആണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 0.02 ആണെങ്കിൽ 0.02 അടിക്കുക. 0.02 എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്. അടിക്കുക, കണ്ടിന്യൂ അടിക്കുക, സെൻഡ് അടിക്കുക. അത്രേ ഉള്ളൂ നമുക്ക് ഇതിലെ BNBനെ നമ്മുടെ ബൈനാൻസിലായിട്ട് മാറ്റുന്നതിൻ്റെ പ്രൊസീജിയർ.
അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ കൂടി ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് പാൻകേക്സ്വാപ്പിൽ വലിയ പ്രൈസ് ചേഞ്ച് നിങ്ങൾക്ക് തോന്നിയില്ല, ഹോട്ട്ബിറ്റിൽ പ്രൈസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതിൽ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂൺലൈറ്റിനെ നമ്മൾ നമ്മുടെ ഹോട്ട്ബിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മൂൺലൈറ്റ് ഇപ്പോൾ താഴെ ആയിരിക്കും മൂൺലൈറ്റ് കിടക്കണം. ആ മൂൺലൈറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് സെൻഡ് അടിക്കുക. സെൻഡ് അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഹോട്ട്ബിറ്റിൽ പോവുക. ഇപ്പോൾ കുറച്ച് കട്ടാവും കേട്ടോ, കുറച്ച് ഫീസായിട്ട് കുറച്ച് കോയിൻസ് കട്ടാവും, കുറച്ച് മൂൺലൈറ്റ് കോയിൻസ് കട്ടായി പോവും. ഹോട്ട്ബിറ്റിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നമ്മൾ ഡെപ്പോസിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഡെപ്പോസിറ്റ് എന്നുള്ളത് ക്ലിക്ക് കഴിഞ്ഞിട്ട് മൂൺലൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. മൂൺലൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ മാക്സ് അടിക്കുക. മാക്സ് അടിച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ വരും. എന്നിട്ട് കണ്ടിന്യൂ അടിക്കുക, സെൻഡ് അടിക്കുക കേട്ടോ. നമുക്ക് സെൻഡ് അടിച്ച് കഴിയുമ്പോൾ കുറച്ച് ഫീസ് പോകും. ഈ ടോക്കൺസ് മൊത്തം അതിലായിട്ട് കിട്ടില്ല, കുറച്ച് ഫീസ് പോകും. അപ്പോൾ ഇതിലായിട്ട് ആഡായി വരും. പിന്നെ നമുക്ക് ഇതിൽ സെല് ചെയ്യാൻ പറ്റും. അതായത് ഡെപ്പോസിറ്റ് ട്രാൻസാക്ഷൻ ഫീസ് 7% കിട്ടും. 7% എടുക്കും. അതായത് 7% കട്ടായി പോകും ടോക്കണിൽ നിന്ന്. പിന്നെയാണ് നമുക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ മാത്രമാണ് പ്രൈസ് ചേഞ്ച്, വലിയ കാര്യമായിട്ട് പ്രൈസ് ചേഞ്ച് ഇതിൽ മാത്രമാണ് തോന്നണുള്ളൂ എങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞാൽ ഇതിലായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതിൽ സെല് ചെയ്യുക. അപ്പോൾ ഹോട്ട്ബിറ്റിൽ നമ്മൾ സെല്ല് ചെയ്ത് ചെയ്യുമ്പോൾ USDT ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ആ USDTനെ ബൈനാൻസിലേക്കോ ഏതിലേക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൽ കൊണ്ടുപോയിട്ട് വിൽക്കാൻ പറ്റും. അപ്പോൾ ഇതിലും ട്രസ്റ്റ് വാളറ്റിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് വാളറ്റിൽ നിന്ന് ഡയറക്റ്റ് സെല്ല് ചെയ്താൽ മതി. ഞാൻ നേരത്തെ കാണിച്ച കൂട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് വരുത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.